അടുത്തത് ഗ്യാസ് ടർബൈൻസിൽ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. An ideal gas turbine cycle with 2 stages of compression and 2 stages of expansion has an overall pressure ratio of 8. Air enter each stage of compressor at 300 Kelvin and each stage of turbine at 1300 Kelvin. Determine the work ratio and thermal efficiency of the cycle. Assume a regenerated efficiency of 100%. Okay. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യമേ ഒരു TS ഡയഗ്രാം വരിക. ദെൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് 2 സ്റ്റേജസ് ഓഫ് കംപ്രഷനും 2 സ്റ്റേജസ് ഓഫ് എക്സ്പാൻഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓവറോൾ ഒരൊറ്റ പ്രഷർ റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ സിൻസ് ഓവറോൾ പ്രഷർ റേഷ്യോ ഓഫ് ഒരൊറ്റ വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം കംപ്രഷൻ ആൻഡ് ടർബൈൻ രണ്ടിൻ്റെയും പ്രഷർ റേഷ്യോസ് സെയിം ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഈച്ച് സ്റ്റേജ് ഓഫ് കംപ്രഷൻ ആൻഡ് ഈ സ്റ്റേജ് ഓഫ് ടർബൈൻ രണ്ടിൻ്റെയും പ്രഷർ റേഷ്യോസ് സെയിം ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഐസെൻട്രോപിക് എഫിഷ്യൻസീസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ കൺസിഡർ ഓൾ പ്രോസസ് ടു ബി 100% ഐസെൻട്രോപിക് തന്നെ ആയിരിക്കുമെന്ന്. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഡേറ്റാസ് വെച്ച് നമുക്ക് അതിനെ കൺസ്ട്രക്ട് ചെയ്യാം. സോ വി ഹാവ് 2 സ്റ്റേജസ് ഓഫ് കംപ്രഷൻ. എയർ Okay, 2 stages of compression and air enter each stage of compressor at 300 Kelvin. So first conditionൽ നമ്മളിപ്പം condition number 1 300 കെൽവിനിൽ നിന്നുമാണ് ഇൻലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലും ഈ പറഞ്ഞ 300 കെൽവിനിൽ നിന്ന് തന്നെയാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആഫ്റ്റർ 1 to 2 കംപ്രഷൻ പ്രോസസ് ദർ ഈസ് ആൻ ഇൻ്റർകൂളിംഗ് പ്രോസസ്. ഇൻ്റർകൂളിംഗ് കഴിയുമ്പോൾ ഉള്ള 3 എന്ന പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ വാല്യൂവും 1ൻ്റെ ടെമ്പറേച്ചർ വാല്യൂ രണ്ടും 300 കെൽവിൻ ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് 1, 2, 3 ആൻഡ് ദെൻ അവർ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ. ദിസ് പോയിൻ്റ് വിൽ ബി 4. ദെൻ അടുത്ത് നമുക്ക് 4ൽ നിന്നും നേരെ 5ലേക്ക് ഹീറ്റ് അഡിഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ ടർബൈൻ്റെ 2 സ്റ്റേജിലെയും ടർബൈൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ 1300 കെൽവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ T5 ഈസ് 1300 കെൽവിൻ. അവിടെ നിന്നും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സ്പാൻഷൻ 5 മുതൽ 6 വരെ. 6 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ 5ൻ്റെ അതേ ടെമ്പറേച്ചറിലേക്ക്, അതായത് 1300 കെൽവിനിലേക്ക് വീണ്ടും ഒരു റീഹീറ്റിംഗ് പ്രോസസ്സും കൂടെ ഉണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ടർബൈൻ്റെ 2 സ്റ്റേജിൻ്റെയും ഇൻലെറ്റ് കണ്ടീഷൻ 1300 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ 5 ഇറ്റ് അഗെയിൻ റൈസസ് ടു 1300 കെൽവിൻ. ഓക്കെ, സോ 2 സ്റ്റേജ് എക്സ്പാൻഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ എക്സിറ്റ് കണ്ടീഷനിലേക്ക് വരുന്നത്. സോ 6, 7 ആൻഡ് 8. ദെൻ ക്വസ്റ്റ്യനിൽ ഒരു റീജനറേറ്റഡ് എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട് ഓഫ് 100%. നമുക്കറിയാം റീജനറേറ്റഡ് എഫിഷ്യൻസി ഓഫ് 100% പറയുമ്പോഴത്തേക്കും നമ്മൾ റീജനറേറ്ററിൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടർബൈൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ്, അതായത് 8 എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ നമ്മൾ റീജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 എന്ന് പറയുന്ന കണ്ടീഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ T4. ഓക്കെ, ഇത് വരച്ചേക്കുന്നതനുസരിച്ച് ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. ഓൾസോ 100% എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ T8ന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ TX എന്ന കണ്ടീഷനും വരുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു 100% എഫക്റ്റീവ്നെസ് വരുമ്പോഴത്തേക്കും നമുക്ക് റീജനറേറ്ററിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ് TX മൈനസ് T4 ഡിവൈഡഡ് ബൈ T8 മൈനസ് T4 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ രണ്ടിലെയും T4s ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് TX ഈസ് ഈക്വൽ ടു T8. സോ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു TS ഡയഗ്രാമിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞ ഓരോ ഡേറ്റാസ് എടുത്ത് മാർക്ക് ചെയ്യാം. പ്രഷർ റേഷ്യോ, ഓവറോൾ പ്രഷർ റേഷ്യോ ഓഫ് 8 എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് P1നും P4നും ഇടയിലുള്ള പ്രഷർ വാല്യൂ. ഓക്കെ, സോ P4 by P1 is equal to 8. ഓൾസോ നോട്ട് ദാറ്റ് P4, PX ആൻഡ് P5 എല്ലാം ഒരേ പ്രഷറാണ്. P4, PX ആൻഡ് P5, അതായത് 4 ആയാലും X ആയാലും 5 ആയാലും ഇതേത് കണ്ടീഷനിലായാലും പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം വാല്യൂ തന്നെയാണ്. ഓൾസോ ഇവിടെ നോക്കുമ്പോൾ
P3, P2, P6, P7 എല്ലാം സെയിം വാല്യൂ ആണ്. സിംപ്ലി സെയിങ് ഇറ്റ് ആസ് P2. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ P1 ആൻഡ് P8 സെയിം വാല്യൂ ആണ്. ദെൻ രണ്ട് കംപ്രസറിൻ്റെയും ഇൻലെറ്റ് കണ്ടീഷനാണ് 300 കെൽവിൻ പറഞ്ഞേക്കുന്നത്. മീൻസ് T1 ആൻഡ് T3 രണ്ട് കംപ്രസേഴ്സിൻ്റെയും ഇൻലെറ്റ് കണ്ടീഷൻ 300 കെൽവിനാണ്. T1 = T3 = 300 കെൽവിൻ. ഓൾസോ രണ്ട് ടർബൈൻ്റെയും എൻട്രി കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 1300 കെൽവിനാണ്. സോ T5 ആൻഡ് T7 രണ്ട് ടർബൈൻസിൻ്റെയും എൻട്രി കണ്ടീഷൻ T5 = T7 = 1300 കെൽവിൻ. എഫക്റ്റീവ്നെസ് 100% = 1. ദെൻ ഐഡിയൽ ഗ്യാസ് ടർബൈൻ സൈക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാമയുടെ വാല്യൂ വേറെ സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1.4. ക്ലിയർ? ദെൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്താൽ ഇഫ് P4/P1 = 8, we can write P2/P1 is equal to P4/P3 is equal to √8. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു. സോ അങ്ങനെ ചെയ്ത് നമുക്ക് ആ പ്രഷർ റേഷ്യോ വിൽ ഗെറ്റ് ദാറ്റ് ആസ് 2.828 എന്ന് കിട്ടും. ദെൻ P2/P1 അതേ റേഷ്യോ തന്നെയാണ് P7/P8 വരുന്നത് അല്ലേ? P2/P1 ആൻഡ് P7/P8 രണ്ടും ഒരേ പ്രഷർ വാല്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ P4/P3 is equal to P5/P6. ഓക്കെ, സോ ഇൻ ദിസ് ഡയഗ്രാം എല്ലാ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ടുള്ള പ്രഷർ റേഷ്യോയുടെ വാല്യൂ ആണ് നമ്മൾ 2.828 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ഐസെൻട്രോപിക് പ്രോസസ്സിലും നമ്മുടെ ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഏതാണ്? ഫോർ ദ പ്രോസസ് 1 to 2, T2/T1 is equal to P2/P1 the whole raised to gamma minus 1 by gamma. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T2. ടെമ്പറേച്ചർ ഓഫ് 2 നമുക്ക് അൺനോൺ ആണ്. T1 ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ P2/P1 റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗാമയുടെ വാല്യൂ 1.4. അത്രയും അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഒബ്റ്റെയിൻ T2. അതുപോലെ തന്നെ T4 ആൻഡ് T3 പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോഴും 100% നമ്മൾ ഐസെൻട്രോപിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടും ഇവിടെ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആയതുകൊണ്ടും ഇതിനിടയിലുള്ള പ്രഷർ റേഷ്യോ സെയിം ആയതുകൊണ്ടും 1ഉം 3ഉം ഒരേ പോയിന്റിലാണെങ്കിൽ 2 ആൻഡ് 4 ഓൾസോ ഷുഡ് ബി അറ്റ് സെയിം ടെമ്പറേച്ചർ ലൈൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോഴും നമുക്കിത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഹിയർ T2 is 403.77 Kelvin. ഓൾസോ T4 നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോഴുള്ള വാല്യൂ തന്നെയാണ് 403.77 Kelvin. ഓൾസോ അടുത്ത 5, 6 and 7, 8 എന്ന് പറയുന്ന രണ്ട് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, അവിടെയും നമ്മുടെ ഇക്വേഷൻ T5/T6 is equal to P5/P6 the whole raised to gamma minus 1 by gamma. Substitute ചെയ്താൽ we can obtain the value of T6 is equal to 965.896. Also T8 is equal to 965.896. Clear? ഇനി റീജനറേറ്റ് എഫിഷ്യൻസി ഓഫ് 100%, ദാറ്റ് മീൻസ് എഫക്റ്റീവ്നെസ്സിൻ്റെ വാല്യൂ 1. ജനറൽ ഇക്വേഷൻ Tx minus T4 divided by T8 minus T4. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും Tx is equal to T8. അതായത് 8 എന്ന് പറഞ്ഞ എക്സിറ്റ് കണ്ടീഷനിലെ എക്സോസ്റ്റ് എയറിൻ്റെ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എയറിനെ 4 മുതൽ X വരെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റീജനറേറ്റീവ് ഹീറ്റിംഗ് ആണ്. അതിനുവേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ എനർജി ആയിരുന്നു 8നും 4നും ഇടയിലുള്ള എനർജി. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ യൂസ് ചെയ്ത് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബിറ്റ്വീൻ ഓൺലി 5 ആൻഡ് X. ഈ രണ്ട് പോയിൻറ്റിനിടയിൽ മാത്രമാണ് നമ്മൾ Q ഇൻ സപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ദെൻ വർക്ക് കംപ്രസർ. നമുക്കിവിടെ രണ്ട് സ്റ്റേജസ് ഓഫ് കംപ്രസർ ഉണ്ട്. സോ ദ ടോട്ടൽ വർക്ക് വിൽ ബി MCP T2 minus T1 plus T4 minus T3. T2 and T4 same value ആണ്, T1 and T3 same value ആണ്. So we can simply write work compressor is equal to 2 into MCP T2 minus T1. Okay, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഓഫ് കംപ്രസർ 207.54 എന്ന് കിട്ടും. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാസ് ഓഫ് ഫ്യൂവലും സ്പെസിഫിക് ഇതിൻ്റെ വാല്യൂസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ലാസ്റ്റ് ടേംസിനകത്ത് വർക്ക് റേഷ്യോ തെർമൽ എഫിഷ്യൻസിക്കാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് റേഷ്യോസ് ആയിട്ട് വരുന്നതുകൊണ്ട് എമ്മിൻ്റെ CPയുടെ വാല്യൂ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. തൽക്കാലം ഞാൻ എല്ലാ വാല്യൂസും ഇൻ ടേംസ് ഓഫ് MCPയിലാണ് എഴുതിയേക്കുന്നത്. ക്ലിയർ? MCPയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇട്ടേക്കാം. ദെൻ ടർബൈൻ വർക്കും രണ്ട് സ്റ്റേജിലുണ്ട്, ബിറ്റ്വീൻ MCP T5 minus T6 ആൻഡ് MCP T7 minus T8. ഫോർ ക്യുമുലേറ്റീവ് ആയിട്ട് MCP 2 into MCP T5 minus T6 എന്ന രീതിയിൽ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ കിട്ടും
668.208 MCP kilojoules എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഹീറ്റ് സപ്ലൈഡ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് 5 ആൻഡ് എക്സ്. ദാറ്റ് മീൻസ് MCP T5 മൈനസ് TX പ്ലസ് നമ്മളിവിടെ 6 to 7ലേക്കുള്ള റീഹീറ്റിംഗ് പ്രോസസ്സിലും ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, either ഇൻസൈഡ് ദ ബോയിലർ ഓർ ഔട്ട് സൈഡ്. സോ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും MCP T5 മൈനസ് T6 പ്ലസ് T7 മൈനസ് T6 എന്ന് വരും. ഓക്കെ, T5 മൈനസ് TX പ്ലസ് MCP T7 മൈനസ് T6 എന്ന് വരും. അത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത് 668.208 kilojoules എന്ന് തന്നെ വീണ്ടും വാല്യൂ കിട്ടും. ഓക്കെ, വി ക്യാൻ ഫൈൻഡ് ദി വർക്ക് റേഷ്യോ. വർക്ക് റേഷ്യോ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? വർക്ക് റേഷ്യോ ഈസ് ദി നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ വർക്ക് പ്രൊഡ്യൂസ്ഡ്. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്ത വർക്ക് മൈനസ് കംപ്രസറിന് വേണ്ടി യൂസ് ചെയ്ത വർക്ക്, WT മൈനസ് WC, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത വർക്ക് എത്ര ഉണ്ടായിരുന്നു? WT. ഇത്രയും പോർഷനിലാണ് നമ്മൾ ടോട്ടൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്, അതിൽ തന്നെ ഇത്രയും പോർഷൻ നമ്മൾ കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു, ബാക്കി റിമൈനിങ് ആയിട്ടുള്ളതാണ് നെറ്റ് വർക്ക്. സോ വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് obtained divided by the total work produced. So substitute ചെയ്ത് കഴിഞ്ഞാൽ we will get the value of work ratio as 0.69. Also there is another ratio called back work ratio. Back work ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ compressor work divided by turbine work എന്നാണ്. കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി എത്രത്തോളം വർക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു ടു ടോട്ടൽ എത്ര വർക്കായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അതായത് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത എനർജിയുടെ എത്രത്തോളം ആണ് നമ്മൾ കംപ്രസറിന് വേണ്ടി യൂസ് ചെയ്തത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ്. സോ അതിൻ്റെ വാല്യൂ നമ്മൾ WC/WT സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് as 0.31. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെർമൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി നമുക്കറിയാം, നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് ഈസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് 5 ആൻഡ് എക്സ്, ഓൾസോ 7 and 6. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 68.94%. ഓക്കെ, നേരത്തെ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും 2 സ്റ്റേജസ് ഓഫ് കംപ്രസേഴ്സ് വരുന്നേ ഉള്ളൂ. 1 സ്റ്റെപ്സ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ.